ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 29 തീയതി, കന്നിമാസം 13 തീയതി, ഞായറാഴ്ച. സമയം രാവിലെ 7 മണി. കഴിഞ്ഞ ഒരാഴ്ചയായി കുതിച്ചുയർന്ന് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച സ്വർണ്ണവില നേരിയ തോതിൽ താഴേക്കിറങ്ങിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സർവ്വകാല റെക്കോർഡോടെ $2,670 മറികടന്ന സ്വർണം ഇന്നലെ തകർച്ച നേരിട്ടുകൊണ്ട് $2,652 പരിധിയിലെത്തി വിപണി വാരാന്ത്യം ക്ലോസ് ചെയ്തു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വൻ തകർച്ച നേരിട്ടുവെങ്കിലും സംസ്ഥാനത്ത് ആനുപാതികമായ വിലക്കുറവ് ഉണ്ടായില്ല. സ്വർണ്ണവില തീരുമാനിക്കുന്ന സംഘടനകൾ കേവലം ഗ്രാമിന് 5 രൂപയും പവന് 40 രൂപയുമാണ് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം വന്ന US എക്കണോമിക് ഡാറ്റകൾ സ്വർണത്തിന് പ്രതികൂലമായതാണ് വില കുറയാൻ കാരണമായത്. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഏത് നിമിഷവും സ്ഥിതിഗതികൾ മാറിമറിയുമെന്ന സാഹചര്യം സ്വർണ്ണവിലയുടെ വരും ദിവസങ്ങളിലെ ഉയർച്ചയ്ക്ക് കാരണമായേക്കാം. ഇന്നത്തെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $2,652. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,740 രൂപ, 1 പവൻ 61,920 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 5,805 രൂപ, 1 പവൻ 46,440 രൂപ. സംസ്ഥാനത്ത് നിന്ന് 916 സ്വർണ്ണവില 1 ഗ്രാം 7,095 രൂപ, 1 പവൻ 56,760 രൂപ. ഇന്നത്തെ വെള്ളിവില 1 ഗ്രാം 101 രൂപ, 1 കിലോ 1,10,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്